നമ്മുടെ ഇഷാനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന വ്യാജേന ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് കണ്ടോ. നനയ്ക്കാനെന്നും പറഞ്ഞിട്ട് ഇറങ്ങി മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ഡ്രസ്സ് മുഴുവൻ നനച്ച് വെച്ചിട്ടുണ്ട്. അവൾ കുളിക്കാനാണ് ഇറങ്ങിയെന്ന് തോന്നുന്നത്. കണ്ടോ കാണിക്കുന്നത് കണ്ടോ. എന്ത് വികൃതിത്തരാണ് നനക്കാനെന്നും പറഞ്ഞിട്ട് ചീറ്റിച്ചൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. തെങ്ങിന് ഒഴിക്കേണ്ടത് ചീറ്റിച്ച് അപ്പുറത്തെ വീട്ടിലൊക്കെയാണ് അവൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തീ തുപ്പുന്ന പോലെ വെള്ളം തുപ്പുന്നുണ്ട്. അടിച്ച് മതിലയിലൊക്കെ കയറ്റി അപ്പുറത്തെ വീട്ടിലെ മതിൽ വരെ അവൾ തണുപ്പിച്ച് കൊടുക്കും. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇത് നനക്കാൻ താല്പര്യമുള്ളവരെ കണ്ട അപ്പുറത്തെ വീട്ടിലെ വരെ നമ്മൾ സഹായം വെള്ളം എത്തിച്ചു കൊടുത്ത് അവിടെ വരെ നനച്ചു കൊടുക്കും. ഇവിടെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. കണ്ട കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കുളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് വലിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. പൊട്ടിച്ചിരിക്കുകയല്ല, വാഴയിൽ വന്ന് നമ്മുടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അവിടെ നനയെ ബാധിച്ചു. അതുകൊണ്ട് അതൊന്ന് മാറ്റി കൊടുക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒന്നുമില്ലാത്ത ഒരു കുന്നിൻ പുറത്തേക്ക് വെള്ളം ചിരിച്ചു കൊടുക്കുന്നുണ്ട്. വലിച്ചു പൊട്ടിച്ചു. ഇനി അത് കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നെ ചീത്തയും പറഞ്ഞ് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. വായിട്ട് നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്തള്ളേ എന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഈ വീട്ടിലെ ജോലി മുഴുവൻ എൻ്റെ തലയിലാണ് എന്നും പറഞ്ഞിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അതിനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനോർത്ത് കുത്തിക്കയറ്റാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ അവൾ അത് കുത്തിക്കയറ്റി കേട്ടോ. നല്ല കുട്ടി. ബിഗ് ഗേൾ ക്ലാപ്പ്. വീണ്ടും ചീത്തയും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നനഞ്ഞു കുളിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ അമ്പലത്തിൻ്റെ പറമ്പാണത്. ആ പറമ്പ് വരെ ഞാൻ നനക്കട്ടെ എന്നാണ് ചോദിക്കണേ. ഞാൻ പറഞ്ഞു വേണ്ട, തൈ നനച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചീറ്റ് കണ്ട തന്നെ കുളിപ്പിക്കും. അവളും കുളിക്കും, എല്ലാവരെയും കുളിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു ഗൈസ്. ബൈ ബൈ.